പാർട്ടിക്കകത്ത് വ്യക്തിപരമായിട്ട് ശാസിക്കാൻ ലെവൻ ആര് സതീശൻ അങ്ങനെ ഉണ്ടല്ലോ, വ്യക്തിപരമായി ശാസിക്കും. UDF-ന്റെ ക്യാമ്പിലുള്ള കോൺഗ്രസിന്റെ ലീഡർഷിപ്പിലുള്ള ആൾക്കാർ തമ്മിൽ കൂടിയാലോചിക്കുന്നില്ല എന്നുള്ളതാണ്. നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ ആര്യാടൻ ഷൗക്കത്ത് വലിയ വെല്ലുവിളി നേരിടുന്നുണ്ട്. 10 കൊല്ലം മുമ്പുള്ള ശത്രുത ഇപ്പോഴും നിൽക്കുക. പിന്നെ രാഹുൽ ഗാന്ധി വന്നിട്ട് വയനാട്ടിൽ വന്നു കഴിഞ്ഞാൽ ബോണ്ട, പരിപ്പ് വട, പൊറോട്ട, ബീഫ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു. ഇത് ഇയാൾ ഫുഡ് ബ്ലോഗറാണ്. മനസ്സിൽ മുറിവേറ്റ മനുഷ്യന്റെ ആ മുറിവ് ഉണക്കാൻ പ്രിയങ്ക ഗാന്ധിയെ കൊണ്ട് കഴിയില്ല. ആര്യാടൻ ഷൗക്കത്ത് ചെയ്ത ചതി BS ജോയി ഈ തെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്തിനോട് ചെയ്യില്ല. അൻവർ പിടിക്കുന്ന വോട്ടാണ് അവിടെ നിർണായകം, ഏത് മുന്നണിക്കാണെങ്കിലും. അതിന് സംശയം. നമസ്കാരം, വൈറ്റ് സ്പാൻ ടോക്സിലേക്ക് സ്വാഗതം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പാണ് നിലവിലെ ചർച്ചാ വിഷയങ്ങളൊക്കെ പോകുന്നത്. നിലവിൽ നിലമ്പൂരിൽ UDF ഉരുണ്ട് കളിക്കുകയാണോ എന്നുള്ളൊരു സംശയം എല്ലാവർക്കും ഉണ്ട്. എന്താണ് പറയാനുള്ളത്? ഇതിൻ്റെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കും മടുക്കും പ്രേക്ഷകർക്കും മടുക്കും എന്നുള്ളതാണ് അടിസ്ഥാനപരമായ വിഷയം. കാരണം ബൈ ഇലക്ഷൻ്റെ ഏറ്റവും വലിയ കുഴപ്പമാണ്. ബൈ ഇലക്ഷൻ ഇത് പിന്നെ കുറച്ച് ദിവസമേ ഉള്ളൂ എന്ന് പറയാം. അത്രയും ദിവസം ഈ സംഭവത്തിൽ സജീവമായിട്ട് നിൽക്കുകയും വേണം. വേറെയുള്ള വിഷയങ്ങൾ പറഞ്ഞാൽ അതിന് കേൾവിക്കാരുണ്ടാവില്ല എന്നുള്ള പ്രശ്നം എല്ലാ മെയിൻ സ്ട്രീം മീഡിയയും, മുഖ്യധാര മീഡിയയും, ഓൺലൈൻ മീഡിയയും, പ്രിൻ്റ് മീഡിയയും ഒക്കെ അഭിമുഖീകരിക്കുന്നൊരു പ്രശ്നം. പറഞ്ഞ് നമുക്ക് മടുക്കുന്ന സ്ഥിതിയുണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് തന്നെയൊക്കെയും പലതും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി പറയാനുണ്ടാവുക. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുമ്പം UDF ക്യാമ്പ് അങ്കലാപ്പിലാണ്. UDF ക്യാമ്പ് അങ്കലാപ്പിലാണെന്ന് പറയുമ്പോൾ തന്നെ UDF ക്യാമ്പിന് ഇപ്പോൾ LDF-ന്റെ ക്യാമ്പാണെങ്കിലും അൻവറിൻ്റെ ക്യാമ്പാണെങ്കിലും BJP പിന്നെ അപ്രസക്തമാണ് അവിടെ. കാരണം അവർ ചാവേർ സ്ഥാനാർത്ഥിയെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. അറക്കാൻ കൊടുക്കുന്നതിന് തുല്യമായിട്ടുള്ള പരിപാടിയാണ് നടത്തിയിട്ടുള്ളത്. നേർച്ചക്കൂടിയെ പോലെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ വോട്ട് പിടിക്കുക എന്നുള്ളതല്ല, അവർ വോട്ടിൽ വേറെ അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് പോവുക എന്നുള്ളതാണ്. ആ ഡീല് പിന്നെ അവർക്ക് ഒട്ടും താല്പര്യമില്ലാത്ത സ്വരാജ് നിന്നിട്ട് പോലും LDF-ന് വേണ്ടിയിട്ട് അവർ ആ പണിയെടുക്കുന്നു എന്നുള്ളതാണ് എനിക്ക് കിട്ടുന്ന വിവരങ്ങൾ അവിടെ നിന്ന് അടിത്തട്ടിൽ എത്തുന്നത്. ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള മറ്റൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ ഒരു കോർഡിനേഷൻ ഉണ്ട്. ലീഡർഷിപ്പ് കാര്യങ്ങൾ പറയുന്നതിനകത്ത് ക്ലാരിറ്റി ഉണ്ട്. പറഞ്ഞ അഭിപ്രായങ്ങൾ പലരും പല അഭിപ്രായം പറയുന്നില്ല. ഇപ്പോൾ LDF-ൻ്റെ നേതാക്കന്മാരെല്ലാവരും ആര് എങ്ങനെ തിരിച്ചും മറിച്ചും ഈ കോലും കൊണ്ട് എന്ന് ചോദിച്ചാലും ചാനലുകാരെടുത്ത് സ്റ്റിക്ക് ഓൺ ചെയ്ത് പറഞ്ഞ അഭിപ്രായത്തിൽ തന്നെ എല്ലാവരും ഒരേ സ്വരത്തിൽ അത് തന്നെ ആവർത്തിച്ച് പറയുന്നുണ്ട്. അൻവറിൻ്റെ ക്യാമ്പിൽ ആരോട് ചോദിച്ചാലും, അൻവറിനോട് ചോദിച്ചാലും, സജീനോട് ചോദിച്ചാലും, ബാക്കിയുള്ള അൻവറിൻ്റെ കൂടെയുള്ള ആൾക്കാരോട് ചോദിച്ചാലും ഒക്കെ ഏകാഭിപ്രായമാണ് പറയുന്നത്. ഭിന്നസ്വരം വരുന്നില്ല. UDF-നെ സംബന്ധിച്ചിടത്തോളം UDF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മുള്ളുമുരിക്കും മൂർക്കൻ പാമ്പും ഒരുമിച്ച് കൂടിയിട്ടുള്ള സംവിധാനമാണ്. ഇതിനകത്ത് ഇപ്പോൾ ഓരോ നേതാക്കന്മാരോട് ചോദിച്ചാലും UDF തന്നെ കോൺഗ്രസിലെ തന്നെ നേതാക്കന്മാരോട് ചോദിച്ചാൽ പലരും പലതാ പറയുന്നത്. ഇപ്പോൾ സതീശൻ പറയുന്ന അടഞ്ഞ അധ്യായമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ രാത്രി ചെന്ന് സംസാരിക്കുന്നു. പിറ്റേന്ന് സതീശൻ പറയുന്നത് ഞാൻ അവനെ ശാസിക്കും, വ്യക്തിപരമായി ശാസിക്കുക. അങ്ങനെ വ്യക്തിപരമായ ഒരു ശാസനയുണ്ട് ഒരു പാർട്ടിക്കകത്ത് വ്യക്തിപരമായിട്ട് ശാസിക്കാൻ ലെവൻ ആര് സതീശൻ അങ്ങനെ ഉണ്ടല്ലോ, വ്യക്തിപരമായി ശാസിക്കും എന്നൊക്കെ പറഞ്ഞത്. വീട്ടിലെ കാര്യമല്ലല്ലോ, കുടുംബത്തിലെ കാര്യമല്ല. തെറ്റ് ചെയ്ത് തെറ്റാണെങ്കിൽ സംഘടനാപരമായിട്ടാണ് ശാസിക്കേണ്ടത്. അങ്ങനെ ഇപ്പോൾ CPM-ൻ്റെ ഉള്ളിലൊക്കെ അങ്ങനെയാണ്, അല്ലെങ്കിൽ BJP-ൻ്റെ ഉള്ളിൽ അങ്ങനെയാണ്. ആ സംവിധാനത്തിലേക്ക് പോലും പോകാൻ കഴിയാതെ സെമി കേഡറാക്കും ഈ പാർട്ടി എന്നാണ് പറഞ്ഞത്. അന്ന് 2021 KPCC പ്രസിഡന്റ് ആകുമ്പോൾ K. സുധാകരൻ. ആ പാവം അതിനെ കൊണ്ട് പറ്റുന്നമാരെയൊക്കെ പണിയെടുത്ത് നോക്കി. പക്ഷേ ഇവർ സമ്മതിക്കില്ല എന്നേ, അങ്ങനെ ചെയ്യാനൊന്നും സമ്മതിക്കില്ല. അതാണ് ഇതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള പ്രശ്നം. അപ്പോൾ പലരും പല അഭിപ്രായമാണ് പറയുന്നത്. പല അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം BS ജോയി പറയുന്നു ഞങ്ങൾ അവസാന നിമിഷം വരെ ശ്രമം തുടരും. രമേശ് ചെന്നിത്തല പറഞ്ഞു വാതിലുകൾ അടഞ്ഞു. ഇവരെന്താ പറയുക, ഇവർ തമ്മിൽ കൂടിയാലോചിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. UDF-ന്റെ ക്യാമ്പിലുള്ള കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പിലുള്ള ആൾക്കാർ തമ്മിൽ കൂടിയാലോചിക്കുന്നില്ല എന്നുള്ളതാണ്. ആ കൂടിയാലോചന ഇല്ലാതെ ഒരു പാർട്ടി പോകുക എന്ന് പറഞ്ഞാൽ ഇത് ഐക്യ ജനാധിപത്യ മുന്നണി എന്നുള്ള പേരേ ഉള്ളൂ. അതിൽ ഐക്യവും ഇല്ല, ജനാധിപത്യവും ഇല്ല. രണ്ട് സാധനവും ഇല്ലാത്തൊരു ഈ കോഴിക്കോട് മുതലക്കുളം മൈതാനി എന്ന് കേട്ടിട്ടുണ്ടോ? മുതലക്കുളം മൈതാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മുതലില്ല കുളവും ഇല്ല എന്ന് പറഞ്ഞ പോലെയാണ് മുതലക്കുളം മൈതാനി എന്ന പേര്. അവിടെ മുതലില്ല കുളമില്ല. അതെ, ഈ മുതലക്കുളം മൈതാനി മാതിരിയാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ അവസ്ഥ. അവിടെ യൂണിറ്റി ഇല്ല, അവിടെ ഡെമോക്രസി ഇല്ല, ഒന്നുമില്ല. ഒരു സാധനം ഇല്ലാത്ത സാധനത്തിന് ഈ ജാതി പേര് കൊണ്ടുപോയി വെച്ചിരിക്കുകയാണ്. അപ്പം അതിൻ്റെ പ്രശ്നങ്ങൾ അവർ അഭിമുഖീകരിക്കുന്നുണ്ട്. അവർ പറയുന്നത് ഇത് പക്ഷേ അവരുടെ സംബന്ധിച്ചിടത്തോളം വിശാലമായ ജനാധിപത്യ വേദി എന്ന് പറയുക. കാരണം പലർക്കും പല അഭിപ്രായം പറയാം. പക്ഷേ ഒരു കളക്റ്റീവ് ഒപ്പീനിയൻ അല്ല. അവരുടെ പാർട്ടി ഫോറത്തിൽ പല അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പറഞ്ഞിട്ട് അവർക്ക് ഏകാഭിപ്രായത്തിലേക്ക് എത്തുകയും ആ ഏകാഭിപ്രായം എല്ലാ നേതാക്കന്മാരും ഒരേ സ്വരത്തിൽ ആവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരുമിച്ചാണെന്നുള്ളത് തോന്നുന്നു. അത് തന്നെയല്ലേ ശരിക്കും കോൺഗ്രസിന്റെ നിലവിലെ പ്രശ്നവും? കാരണം അവർ ഏറ്റവും താഴെത്തട്ടിലേക്ക് പോകാനുള്ള പ്രശ്നവും അത് തന്നെ ആയിരിക്കില്ല. കാരണം ഐക്യമില്ലായ്മ ഒരു വലിയ പ്രശ്നമാണ്. കാരണം ഇന്നിപ്പോൾ VD സതീശൻ പറയുന്നതായിരിക്കില്ല നാളെ ഇപ്പോൾ സുധാകരൻ പറയുന്നത്. ഒരു കൂട്ടായ്മയില്ല അവർ തമ്മിൽ, മൊത്തത്തിൽ ഒരു വിഭജിച്ച് നിൽക്കുന്ന സ്ഥിതി. അതെ, അതന്നെയാണ് ഇതിന്റെ പ്രശ്നം. ഞാൻ പറഞ്ഞല്ലോ, ഇവര്
തൊള്ളയെ തോന്നിയ വർത്താനം പറയാന്ന് പറയാം ഞങ്ങൾ മലപ്പുറത്തെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് പിന്നെ വായിൽ തോന്നണമൊക്കെ വിളിച്ചു പറയുക, ഓരോരുത്തരും ഓരോ അഭിപ്രായം പറയുക. അതിനർത്ഥം ഇവർ തമ്മിൽ കൂടിയാലോചനകളില്ല എന്നുള്ളത് തന്നെയാണ്. ഇവർക്ക് ഒരു ഏകസ്വരത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഒരാൾ ഇടത്തോട്ട് പോവുകയാണെങ്കിൽ വേറെ ആൾ വലത്തേക്കാണ് പോകുന്നത്, ഒരാൾ പടിഞ്ഞാറോട്ട് പോവുകയാണെങ്കിൽ മറ്റേ കിഴക്കോട്ടാണ് പോകുന്നത്. ഇതാണ് ഇവരുടെ പ്രശ്നം. അതിന് പറ്റുന്ന, ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഉമ്മൻചാണ്ടിയെ പോലെ ഉള്ള ഒരു പിന്നെ കരിസ്മാറ്റിക് ലീഡറുടെ അഭാവം ഇവർക്കുണ്ട്. അദ്ദേഹം ഈ ഉമ്മൻചാണ്ടി കരുണാകരനും ശേഷി ഉണ്ടായിരുന്നു. ഈ പറയുന്ന ലോകത്തുള്ള സകലമാന കേരള കോൺഗ്രസ്സുകളെയും ഈ ലീഗിനെയും ഇപ്പം ഒരു സമയത്ത് NDP വരെ ഉണ്ടായിരുന്നു, അങ്ങനെയുള്ള വിവിധ കക്ഷികളെല്ലാം കൂട്ടിയിണക്കി അവരെ കോർഡിനേറ്റ് ചെയ്ത് അവരുടെ ലീഡറായിട്ട് അവരെ നയിക്കുക എന്ന് പറയുമ്പോൾ, അതേപോലെ കോൺഗ്രസിലെ വിവിധ ഗ്രൂപ്പ് സമവാക്യങ്ങളിലുള്ളവരെ ഒരു ഏകീകൃത സ്വഭാവത്തിൽ കൊണ്ടുവന്ന് അവസാന തീരുമാനമെടുത്ത് അത് ഇംപ്ലിമെൻ്റ് ചെയ്യിപ്പിക്കാൻ കഴിയുക, ഭിന്നസ്വരങ്ങൾ പരമാവധി ഒഴിവാക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും കേവലം 2 സീറ്റിൻ്റെ ഭൂരിപക്ഷത്തിലാണ് 2011 ഉമ്മൻചാണ്ടി അധികാരത്തിൽ വന്നത്. ആ ഒരു തൂക്ക് നിയമസഭയ്ക്കകത്ത് ഉമ്മൻചാണ്ടി ആ മന്ത്രിസഭയെ മനോഹരമായിട്ട് ലീഡ് ചെയ്തു, പിന്നെ ഒരാളും ചാടിപ്പോകാതെ. ഇത്തരം കഴിവുകളുള്ള പിന്നെ ഈ മറ്റു താല്പര്യങ്ങളൊന്നുമില്ലാത്ത, അങ്ങനെയുണ്ടല്ലോ, ഈ മറ്റുള്ള ആഗ്രഹങ്ങൾ വരുമ്പോൾ, വ്യക്തിപരത വരുമ്പോൾ, സ്വാർത്ഥത വരുമ്പോൾ ഒക്കെയാണ് പ്രശ്നം. നിസ്വാർത്ഥരായ നേതാക്കന്മാരുടെ എണ്ണം കോൺഗ്രസിൽ ഇല്ലാതായിരിക്കുന്നു. അത് UDF-നെയും ബാധിക്കും എന്നുള്ളതാണ്. നിലമ്പൂരേക്ക് വരുമ്പോൾ ഇപ്പോൾ നിലമ്പൂരിൽ ഇപ്പോൾ ആര്യടൻ ഷൗക്കത്തിനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിനുള്ള പ്രചരണ പരിപാടികളൊക്കെ തുടങ്ങി, ഏകദേശം എല്ലാ നേതാക്കളെയും കൂട്ടിയിണക്കിയുള്ള പരിപാടികളൊക്കെ തുടങ്ങി. പക്ഷേ ഇപ്പോഴും ആര്യടൻ ഷൗക്കത്തിനെ അനുകൂലിക്കുന്നവർ വളരെ കുറവാണ് പാർട്ടിക്കുള്ളിൽ തന്നെ. അല്ല, ആര്യാടൻ ഷൗക്കത്തിനെ അനുകൂലിക്കുന്നവർ വളരെ കുറവാണ് എന്നുള്ള അഭിപ്രായം എനിക്കില്ല. പക്ഷെ ആര്യാടൻ ഷൗക്കത്തിന്റെ തട്ടകത്തിൽ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ ആര്യാടൻ ഷൗക്കത്ത് വലിയ വെല്ലുവിളി നേരിടുന്നുണ്ട്. നിലമ്പൂർ മുനിസിപ്പാലിറ്റി, അദ്ദേഹത്തെ കൂടുതൽ അറിയുന്ന ആളുകൾക്കാണ് അദ്ദേഹത്തോട് ഏറ്റവും കൂടുതൽ വിയോജിപ്പുള്ളത് എന്നുള്ളതാണ്. അതെന്തുകൊണ്ട് സംഭവിച്ചു എന്നാൽ ആത്മപരിശോധനയ്ക്ക് ഇത്രയും വർഷം സമയം കിട്ടിയിട്ട് പോലും ആര്യാടൻ ഷൗക്കത്തിന് കഴിഞ്ഞില്ല എന്നും, മമ്മൂട്ടിയാക്കനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം എതിർപ്പുകളുള്ള ആളുകളുമായി ആ വിഷയങ്ങൾ സംസാരിച്ച് ഒരു അനുനയ ശ്രമം നടത്തുകയും അവർ എന്തെങ്കിലും അവ്യക്തതകൾ ഉണ്ടെങ്കിൽ, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പറഞ്ഞ് പരിഹരിക്കാനുള്ള ഒരു ഇനിഷ്യേറ്റീവ് പുള്ളിയുടെ ഭാഗത്ത് ഉണ്ടായില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം 10 കൊല്ലം മുമ്പുള്ള ശത്രുത ഇപ്പോഴും നിൽക്കുക. 2016 അദ്ദേഹത്തെ തോൽപ്പിച്ച, അവിടെ അദ്ദേഹത്തെ അടുത്തറിയുന്ന അദ്ദേഹത്തിൻ്റെ അയൽക്കാരും നാട്ടുകാരുമായിട്ടുള്ള ആളുകൾ, അദ്ദേഹം എന്നും കാണുന്നവർ, അദ്ദേഹത്തെ തോൽപ്പിക്കുന്നതിന് വേണ്ടി മുൻകൈ എടുത്തു. അതിൽ ഗ്രൂപ്പിസോ വിഭാഗീയതയൊന്നുമില്ല. ഓരോ മനുഷ്യർക്കും അവർക്ക് വ്യക്തിപരമായിട്ടുള്ള എതിർപ്പാണ്. അത് കളക്ട് ചെയ്തു എന്നുള്ളതാണ് വോട്ടിൽ. അങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുള്ളവർ ചിലരതൊക്കെ പോയിട്ട് നിങ്ങൾ പൊറുക്കണം എന്ന് പറയുക. ആര്യാടൻ ഷൗക്കത്തിന് തെറ്റ് പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്ന അത്രയും അവരെ ഹർട്ട് ചെയ്ത അനുഭവങ്ങളിലുകൊണ്ടാണല്ലോ അവരെതിരായിട്ടിരിക്കുന്നത്. അപ്പോൾ അവരെ പോയിട്ട് തെറ്റുപറ്റി എന്ന് പറഞ്ഞ് സമ്മതിച്ച് അങ്ങനെയല്ല. കൺഫെഷൻ എന്ന് പറയുന്ന ഒരു സാധനം എല്ലാവരും ഉണ്ടാവണം. ഒരു ഗിൽറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഒരു കുമ്പസാരത്തിലേക്ക് പോവുകയും കാര്യങ്ങൾ പാച്ചപ്പ് ചെയ്യുകയും ചെയ്തിരുന്നെങ്കിൽ ഇതൊക്കെ റിക്കവർ ചെയ്തു പോയിരുന്നു. അതിനുള്ള ശ്രമം അദ്ദേഹത്തിൻ്റെ അടുത്തും കഴിഞ്ഞില്ല. കാരണം മൂപ്പർ ഇപ്പോഴും ആനപ്പുറത്തിരിക്കുകയാണ്. കാരണം വാപ്പ മന്ത്രിയായിരുന്നതിൻ്റെ തഴമ്പ് മൂപ്പർക്കുണ്ടെന്നുള്ള ധാരണയല്ല നിൽക്കുന്നത്. അതുകൊണ്ടൊന്നും നിൽക്കില്ല. അത് പിന്നെ ആ ഒരു ശ്രദ്ധക്കുറവ് ആര്യാടൻ ഷൗക്കത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്നു. മറുവശത്തും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മുസ്ലിം ലീഗുമായിട്ടുള്ള വിഷയങ്ങൾ അത് ഏറെക്കുറെയൊക്കെ ഒരു അനുനയത്തിൻ്റെ പാതയിൽ പോകുന്നുണ്ടെങ്കിൽ തന്നെയും മുസ്ലിം ലീഗ് കാണിക്കുന്ന ചില മൗനങ്ങൾ, ചില നീക്കങ്ങൾ, ചില കാര്യങ്ങൾ ഒക്കെ അവരുടെ അണികളുടെ ആവേശത്തെ കെടുത്തുന്നുണ്ട്. ഇനിയിപ്പോൾ അവസാന നിമിഷം പ്രിയങ്ക ഗാന്ധിയൊക്കെ വരുമ്പോൾ അങ്ങനെ ഒരു ആവേശം വരുമോ? കാരണം ഇവർക്ക് ഈ ഭരണമില്ലാതെ ഇനി ഒരു മുന്നോട്ട് പോകുന്ന കാര്യം ആലോചിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. ഇവിടെ തോറ്റാൽ ബാക്കിയൊക്കെ കഴിഞ്ഞു, സ്വാഹയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എനിക്ക് തോന്നിയിട്ടുള്ളതാണ്, ഈ കോൺഗ്രസിന് എപ്പോഴും ഉള്ള ഒരു കാര്യമാണ്, എവിടെ പരിപാടി ഉണ്ടെങ്കിലും ഒന്നിക്കിൽ പ്രിയങ്ക ഗാന്ധി അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി, ഇവരെ രണ്ടാളും മുൻനിർത്തിക്കൊണ്ട് ആ ജാഥ നയിക്കുക, അതിനെ അന്വയിപ്പിക്കാൻ ഒരുപാട് പേർ പുറകെ ഉണ്ടാവുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെ പലതും ആസൂത്രണം ചെയ്യാറുണ്ട്. പക്ഷെ അതൊന്നും കോൺഗ്രസിന് ഒരിക്കലും വിജയം കണ്ടിട്ട് ഇല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു അഭിപ്രായം. അല്ല, അത് സത്യമാണ്. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിന്നെ പ്രിയങ്ക ഗാന്ധി വരുന്നു, പിന്നെ മനോരമ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ പ്രിയങ്ക ഗാന്ധി പിന്നെ ഇന്ദിരാഗാന്ധിയുടെ മൂക്കാണ്, ഇന്ദിരാഗാന്ധിയുടെ കണ്ണാണ്, എന്താണ് ഇതൊക്കെയാണ് പറയണതേ. അത് പേരക്കുട്ടിയല്ലേ, അങ്ങനെ ചിലപ്പോൾ ആ രൂപസാദൃശ്യമൊക്കെ വരും. ഇതാണോ ഒരു ഇലക്ഷൻ്റെ അകത്തെ ക്യാമ്പയിൻ? പിന്നെ രാഹുൽ ഗാന്ധി വന്നിട്ട് പിന്നെ വയനാട്ടിൽ വന്നു കഴിഞ്ഞാൽ ബോണ്ട, പരിപ്പ് വട, പൊറോട്ട, ബീഫ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു. ഇയാൾ ഫുഡ് വ്ളോഗറാണ് ആകെ വേണ്ടി. പുള്ളിക്ക് പറ്റിയ പരിപാടി രാഷ്ട്രീയമല്ല, ഫുഡ് വ്ളോഗ് ചെയ്യുക വേണ്ടത്. കാരണം ഞാൻ കണ്ടു ഒരു സ്ഥലത്ത് എവിടെ ബിരിയാണി എന്തോ സാധനം ഉണ്ടാക്കണ, പുലാവ് എന്തോ ഉണ്ടാക്കുന്നത് കണ്ടിട്ട് കല്ലുപ്പ്, മുള്ളക്കുപ്പൊടി എന്നൊക്കെ പറഞ്ഞ് മലയാളത്തിൽ പറയുന്നത്. അപ്പോൾ ഈ പരിപാടിക്ക് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് വ്ളോഗ് ചെയ്യാനാണ് പോകണ്ടേ. ഇതുകൊണ്ടൊക്കെ എല്ലാ കാലത്തും വർക്കൗട്ട് ആവില്ല. വയനാട്ടിലത് നടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടിയേറ്റ മേഖലയ്ക്കകത്തൊക്കെ ഉള്ളവർക്ക് എന്ന് പറഞ്ഞാൽ അവർ ജീവിതത്തിൽ, കാരണം ഇന്ദിരാഗാന്ധിയുടെ പിന്നെ പേരക്കുട്ടികളെ, രാജീവ് ഗാന്ധിയുടെ പിന്നെ മകളെ ജീവിതത്തിൽ നേരിട്ട് കാണാൻ പറ്റുന്നത് വലിയൊരു അത്ഭുതമായിട്ട് കരുതുക.
ആ ഒരു പ്രശ്നത്തിലാണ് എന്തോരം പിന്നെ ഭ്രാന്തിൻ്റെ ഒരു തലത്തിലേക്ക് പോവുകയാണ്. ഇപ്പം സ്ഥലകാലഭ്രമം സംഭവിച്ചതുപോലെ നിൽക്കുകയാണ്. നമ്മളെ ഈ പാണ്ഡവരുടെ കപിലവസ്തു അല്ലേ അവിടെ കൊട്ടാരം ഉണ്ടായിരുന്നു, അവിടേക്ക് പിന്നെ മറ്റൊരു കൗരവർ വന്ന സമയത്ത് ഇവർ ഈ നീലക്കല്ല് പതിച്ച സ്ഥലത്തെത്തിയപ്പോൾ വെള്ളമാണെന്ന് എഴുതിയിട്ട് എടുത്തി പിന്നെ മുണ്ട് പൊക്കി നടന്നു. യഥാർത്ഥത്തിൽ വെള്ളമുള്ളിടത്ത് അവിടെ കല്ലാണെന്ന് എഴുതിയിട്ട് പോയി വെള്ളത്തിൽ ചാടി എന്ന് പറഞ്ഞ പോലെ ഈ സ്ഥലകാല ഭ്രമം സംഭവിച്ചൊരവസ്ഥയിൽ പറ്റുന്നതുകൊണ്ടുണ്ടാകുന്നുള്ള നേട്ടങ്ങളാണ്. പക്ഷെ അതേസമയം തന്നെ പ്രിയങ്ക ഗാന്ധി തന്നെയാണല്ലോ ഈ ക്യാമ്പയിന് നേതൃത്വം കൊടുത്തത് 2021 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. അന്ന് അരിതാ ബാബുവിൻ്റെ പിന്നെ കായംകുളത്ത് പ്രതിഭയ്ക്കെതിരെ നിന്നിട്ടുള്ള അരിതാ ബാബുവിൻ്റെ കൊണ്ടുപോകുന്നു, റോഡ് ഷോ നടത്തുന്നു, അരിതാ ബാബുവിൻ്റെ വീട് സന്ദർശിക്കുന്നു, അരിതാ ബാബു പശുവിനെ വിറ്റിട്ടാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെയുള്ളൊക്കെ അന്ന് ദാരിദ്ര്യം വിറ്റ് ജീവിക്കാൻ ഒരുപാട് പേരെ നോക്കി. ശോഭാ സുബിൻ എന്ന് പറയുന്ന പിന്നെ തൃശ്ശൂർ ജില്ലയിൽ നാട്ടിക സീറ്റിലാണെന്ന് എൻ്റെ ഓർമ്മ ശരി, തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. ആ സീറ്റിൽ നിന്ന പിന്നെ സുബിനെ പിന്നെ അവൻ മുക്കുവത്തൊഴിലാളിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പറയും. ഇതൊക്കെ ഞാനൊക്കെ ജീവിതത്തിൽ പല കൂലിപ്പണി എടുത്തിട്ടുണ്ട്. ഈ 200 മീറ്റർ ഉയരമുള്ള കരിങ്കൽ കോറിയിൽ കയറിട്ട് കയറുകയൊക്കെ ചെയ്യുകയും പിന്നെ ലോഡിങ് ആര് കുറവുണ്ടെങ്കിൽ ലോഡ് ചെയ്യാൻ കൂടിയൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത്. അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ദാരിദ്ര്യം വിറ്റ് വോട്ട് ചോദിക്കാൻ പോകരുത് ഒന്നാമത്. അതാണ് ഇവരെയൊക്കെ പ്രശ്നം. എൻ്റെ കയ്യിലൊന്നുമില്ല, ഞാൻ പാവമാണെന്നൊക്കെ പറഞ്ഞിട്ട്. അതിനല്ല, നീ വന്നു കഴിഞ്ഞാൽ ദാരിദ്ര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പണിക്ക് പോവുക, അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ പിന്നെ MLA ആയി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ജീവിക്കുക, അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യണമെന്ന് പറയുന്നതിനകത്തുള്ളൊരു പ്രശ്നമുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത്, അരിതാ ബാബുവിൻ്റെ ഈ പിന്നെ കൗഷഡ് പിന്നെ ഫാം സന്ദർശിക്കുന്നു, ഈ പിന്നെ അവിടെ നിന്നുള്ള ഈ തൊഴുത്തിൽ നിന്നുള്ള ഫോട്ടോയും വീഡിയോയും ഒക്കെ പ്രചരിപ്പിക്കുന്നു. എത്ര വോട്ടിനാണ് ചോദിച്ചാൽ 2016 കിട്ടിയതിനേക്കാൾ വലിയ ലീഡ് 2021 പ്രതിഭയ്ക്ക് അവിടെ നിന്ന് കിട്ടി. അവർക്കെതിരെ വ്യക്തിപരമായിട്ടുള്ള വലിയ അറ്റാക്ക് ഉണ്ടായിരുന്നു, സൈബർ അറ്റാക്ക് ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും അതിനെ അതിജീവിച്ചു പ്രതിഭ. വളരെ സിൻസിയർ ആയിട്ടുള്ള ലേഡിയാണ്, വളരെ സത്യസന്ധയാണ്. കാരണം എന്ന് വെച്ചാൽ മാസ്ക് വെച്ച് സംസാരിക്കുന്ന ഒരാളല്ല പിന്നെ പ്രതിഭ. അരിതയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റാണ് ഇവരുടെ. രമ്യ ഹരിദാസിനെ കൊണ്ടുവന്നതുപോലെ ഇപ്പം എന്തായാലും ഐഡിയ സ്റ്റാർ സിംഗറിൽ വേണമെങ്കിൽ പോവാം. കാരണം ലോക്സഭയിൽ പോയിട്ട് പാട്ട് പാടിയിട്ട് കാര്യമൊന്നുമില്ല, നാടൻ പാട്ടും പാടി ഇങ്ങനെ നടക്കുക. 5 കൊല്ലം ഇരുന്നിട്ട് ഹിന്ദി പോലും പഠിച്ചില്ല. ഹിന്ദിയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് നാളെ ഇംഗ്ലീഷ് പഠിച്ചിട്ടില്ല. ഒരു പിന്നെ അത്യാവശ്യം വിദ്യാഭ്യാസമുള്ളൊരു പെൺകുട്ടിയല്ലേ. ഈ 5 വർഷം തന്നെ പ്രായമുള്ള ആൾക്കാർക്ക് പറ്റില്ല. പലവണപ്പം നമ്മുടെ മാഷും അല്ലെങ്കിൽ ഇന്നസെൻ്റും ഒക്കെ പ്രായമായിട്ടാണ് പോയത്. അവർ മലയാളത്തിൽ പ്രസംഗിച്ചിട്ടുള്ളത് തെറ്റല്ല. പക്ഷേ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ ലേണിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു പ്രായത്തിലാണ് നിൽക്കണേ. അപ്പോൾ ഇത് 5 കൊല്ലം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് മോർ ദാൻ ഇനഫ് ടു ലേൺ ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ്. അത് ചെയ്യുന്നില്ല. റഹീം പോയി കാണിക്കുന്ന മാതിരിയുള്ള പരിപാടികളാണ് ഇവരെ കാണിച്ചുകൊണ്ടിരുന്നത്. അതുപോട്ടെ, ഞാൻ പിന്നെ അജിതാ ബാബുവിൻ്റെ വിഷയം മാത്രമല്ല, ഇവിടെ വട്ടിയൂർക്കാവിൽ നിർത്തിയിട്ടുള്ള ഒരു വീണ എസ് നായരായിരുന്നു സ്ഥാനാർത്ഥി. 3ാം സ്ഥാനത്ത് പോയി. വട്ടിയൂർക്കാവിൽ നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ പിന്നെ ഹരിത മനസ്സിലാക്കേണ്ട കാര്യം, വട്ടിയൂർക്കാവിൽ മുരളീധരൻ 2 വട്ടം മത്സരിച്ച് വിജയിച്ച സീറ്റാണ്. അവിടെയാണ് പിന്നീട് മുരളീധരൻ 2019 പാർലമെൻറ്റിലേക്ക് പോകുമ്പോൾ അവിടെ ബൈ ഇലക്ഷൻ നടക്കുമ്പോൾ BK പ്രശാന്ത് മുൻ മേയർ പിന്നെ മത്സരിച്ച് വിജയിക്കുന്നത്. പ്രിയങ്ക ഗാന്ധിയുടെ കൂടെ റോഡ് ഷോ നടത്തുമ്പം വീണ എസ് നായരുടെ സാരിക്ക് തീ പിടിച്ചു. പിന്നെ പ്രിയങ്ക ഗാന്ധി രക്ഷാദൗത്യത്തിൽ അത് കെടുത്തി. എന്തോ ചെറുതായിട്ടൊന്ന് പൊതുവിൽ കനൽ വന്നതാ. അപ്പോൾ അത് കെടുത്തി. ഇതൊക്കെയാണ് ക്യാമ്പയിനായിട്ട് ഉപയോഗിക്കുന്നത്. രാഷ്ട്രീയം പറയാൻ അറിയാതെ ഇവരിങ്ങനെ ഈ വൃത്തികേടുകൾ കാണിച്ച് നടന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല പ്രിയങ്ക ഗാന്ധി ഇവിടെ ഓളുണ്ടാവും, അതെല്ലാം വോട്ടായിട്ട് വീഴുന്നൊന്നും കരുതില്ല. മനസ്സിൽ മുറിവേറ്റ മനുഷ്യൻ്റെ ആ മുറിവുണക്കാൻ പ്രിയങ്ക ഗാന്ധിയെ കൊണ്ട് കഴിയില്ല. ഞാൻ പറഞ്ഞ വ്യക്തിപരമാണ്. അത് തന്നെയല്ലേ ഇനി നിലമ്പൂരും നടക്കാൻ പോകുന്നത്. കാരണം ഇത്രയും പാഠങ്ങൾ ഉണ്ടായിട്ടും അവർ പഠിച്ചിട്ടില്ല. പക്ഷെ നിലമ്പൂരിൽ ഇപ്പോൾ ആര്യടൻ ഷൗക്കത്ത് വേണോ VS ജോയി വേണോ എന്നുള്ള കാര്യത്തിലടക്കം തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ VS ജോയി ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു, പക്ഷെ അയാൾ ഇപ്പോഴും മൗനം പാലിക്കുകയാണ്. അയാൾ എപ്പോഴാണ് എനിക്ക് തുറന്നടിക്കുക എന്നുള്ള കാര്യത്തിലും കൂടി ഒരു വ്യക്തത ഇല്ലാതെ നിൽക്കുകയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച്. അല്ല, VS ജോയി ഇതിൽ പിന്നെ എടുത്തിയാടാനോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാനോ നിൽക്കില്ല. VS ജോയിയാണ് ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ ആ തെരഞ്ഞെടുപ്പിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ BV പ്രശാന്തിനോട് 2021 ആര്യാടൻ ഷൗക്കത്ത് ചെയ്ത ചതി VS ജോയി ഈ തെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്തിനോട് ചെയ്യൂല. അത് 100% ബോധ്യമുള്ള കാര്യമാണ്. വളരെ കാരണം അവൻ പിന്നെ അതിൻ്റെ ക്യാപ്റ്റനാണ്, അക്ഷരാർത്ഥത്തിൽ ടീം ലീഡറാണ്. അപ്പം VS ജോയിയാണ് മുമ്പിൽ നിന്ന് നയിക്കുന്നത്. പക്ഷേ VS ജോയിയെ കൊണ്ടുവരണം, ഒരു കുടിയേറ്റ കർഷക കുടുംബത്തിൽപ്പെട്ട VS ജോയിയെ കൊണ്ടുവരണം. പ്രത്യേകിച്ചും മലയോര കർഷകർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ, അത് അനുഭവിക്കുന്നവനെ അത് പറയാൻ പറ്റുള്ളൂ. അപ്പം പിന്നെ അങ്ങനെ കൊണ്ടുവരണമെന്ന് പറയുമ്പം ഇപ്പം നമുക്ക് ഈ പൊള്ളുക എന്ന് പറഞ്ഞാൽ, പൊള്ളുന്നതിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും പൊള്ളലേറ്റിട്ടില്ലാത്ത ഒരാൾക്ക് വെളിച്ചെണ്ണയോ തിളച്ച വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ചൂടുവെള്ളമോ ഒന്നുമല്ല, പിന്നെ ഒരു തീപ്പെട്ടി കത്തിക്കുമ്പം അതിൻ്റെ ഫ്ലെയിമോ കയ്യിൽ തട്ടിയിട്ട് പൊള്ളൽ അനുഭവിച്ചിട്ടില്ലാത്ത ഒരാളോട് പൊള്ളൽ ഭയങ്കര പിന്നെ വേദനിപ്പിക്കുന്ന അനുഭവമാണെന്ന് പറഞ്ഞാൽ അയാൾക്കത് അറിയില്ല.
അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അതറിയാം. അപ്പം BS ജോയിക്ക് മലയോര കർഷകരുടെ വിഷയങ്ങൾ അറിയാവുന്ന ഒരാൾ അങ്ങനെ അത് മാത്രമല്ല ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് മലപ്പുറം ജില്ലയിലോ കോഴിക്കോട് ജില്ലയിലോ പാലക്കാട് ജില്ലയിലോ ഒന്നും ഒരു പിന്നെ ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ ആൾ വരുന്നില്ല. തിരുവമ്പാടിയിൽ അത് പിന്നെ LDFിൻ്റെയാണ് ലിൻഡോ ജോസഫ്. അങ്ങനെയില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ മലപ്പുറം ജില്ലയ്ക്കകത്ത് ഇന്ന് വരെ ഒരു ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് ഒരാൾ നിയമസഭയിൽ എത്തിയിട്ടില്ല എന്നുള്ള വിഷയവും കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അൻവർ പറയുമ്പം അൻവറും ബാരിയാടനും സ്വരാജും ഒക്കെ സെക്കുലറാണ്, അതിലൊന്നും സംശയമില്ല. പക്ഷെ ആ ഒരു സാധനത്തിന് ഒരു വലിയ റിസൾട്ട് ഉണ്ടാവും. ഈ കുടിയേറ്റ കർഷകരുടെ ഇടയിലുള്ള കുറേ ആളുകൾ അൻവറിന് വോട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അൻവർ ഈ വിഷയം റൈസ് ചെയ്തുകൊണ്ടതാണെന്നുള്ളത് എനിക്ക്. മറ്റൊന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വരാജിൻ്റെയും പിന്നെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വരാജ് ഇവരുടെ അസംതൃപ്തരായ കോൺഗ്രസ്സുകാരുടെയും ലീഗുകാരുടെയും വോട്ട് അത് അൻവറിന് പോകുമോ സ്വരാജിന് പോകുമോ എന്നുള്ളത് ആശ്രയിച്ചിരിക്കും. അത് സ്വരാജിന് പോയാൽ ആര്യയുടെ ഷൗക്കത്തിന് പണി കിട്ടും. അത് അൻവറിന് പോയാൽ അൻവർ സേഫാവും, ചിലപ്പം അട്ടിമറിക്ക് പോകുമെന്നൊന്നും എനിക്കറിയില്ല. എന്നാലും നല്ല വോട്ട് പിടിക്കാൻ പറ്റും. എന്ത് വന്നാലും ആര്യയുടെ ഷൗക്കത്തിന് ജയിച്ചിട്ടില്ലെങ്കിൽ വല്ലാത്തൊരു അവസ്ഥയ്ക്കാണ് പോവുക. ഇതിനകത്തുള്ള ഈ ഐക്യം എന്ന് പറയുന്നത് പുറമേ ഉള്ളൂ. ആർക്കെങ്കിലും ആരെയും അങ്ങോട്ടും ഇങ്ങോട്ട് കണ്ണെടുത്താൽ കണ്ടുകൂടാ. കാരണം സതീശൻ ചെന്നിത്തലക്കിട്ട് പണി കൊടുക്കാൻ നിൽക്കണം, ചെന്നിത്തല കേസിക്കിട്ട് പണി കൊടുക്കാൻ നിൽക്കണം, പിന്നെ K. സുധാകരൻ സതീശനിട്ട് പണി കൊടുക്കാൻ നിൽക്കണം, സണ്ണി ജോസഫ് പിന്നെ ഇപ്പോൾ ഒരു അനുനയത്തിൻ്റെ പാതയിൽ അങ്ങനെ പോവാ, അടൂർ പ്രകാശും. എന്നാലും എങ്ങനെ കൂടെ നിൽക്കണവനെ കാലുമ്പ ചവിട്ട എന്നുള്ളതല്ല ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇവർ. അതിന് പിന്നെ വല്ല അവാർഡോ ഡോക്ടറേറ്റോ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ഏതെങ്കിലും സർവകലാശാല അങ്ങനെ ഇത്തരം കാര്യങ്ങൾക്ക് കൂടെ നടന്ന് കാലിൽ ചവിട്ടുക, തോളിലിരുന്ന് ചെവി തിന്നുക എന്നൊക്കെ പറയുന്ന പരിപാടിക്ക് ഒരു അവാർഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കിട്ടാൻ യോഗ്യരായ കോൺഗ്രസ് നേതാക്കന്മാർ. ഇതിനെ കൂട്ടിപ്പിടിച്ച് കൊണ്ടുപോകാൻ പറഞ്ഞാൽ സതീശനെ കൊണ്ടിന് കഴിയില്ല. അത് മാത്രമല്ല, ഈ കോൺഗ്രസിൽ ഉണ്ടാകുന്ന പൊട്ടിത്തെറികൾ അടക്കം അവർ പരസ്യമായി പറയുന്നു എന്നത് മറ്റൊരു വീഴ്ചയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട്. ഇപ്പോൾ ഓപ്പോസിറ്റിലെ ഇടതുപക്ഷ മുന്നണി എടുക്കുകയാണെങ്കിൽ അവർക്കുള്ളിൽ നടക്കുന്ന പ്രശ്നങ്ങൾ ഒരിക്കലും പുറം ലോകം അധികം അറിയുന്നില്ല, അല്ലെങ്കിൽ അത് പറയാൻ അവർ തയ്യാറാകുന്നില്ല. എല്ലാത്തിനും ഒരു കൂട്ടായ്മയുണ്ട്. പക്ഷെ അത് ഒരിക്കലും കോൺഗ്രസിൽ ഇപ്പോഴും നടക്കുന്നില്ല എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. കാരണം അവർ അവരുടെ പ്ലാറ്റ്ഫോമുകളിൽ ആലോചിക്കുന്നു, അവിടെയുള്ള അഭിപ്രായങ്ങൾ പറയുന്നു, അതിൽ നിന്ന് അവർ ഫൈനൽ ഡിസിഷനിലേക്ക് എത്തുന്നു. ആ തീരുമാനം എന്താണോ അത് എല്ലാ നേതാക്കന്മാരും മേലെയും താഴെയുമുള്ള ബ്രാഞ്ച് തൊട്ട് ലോക്കൽ തൊട്ട് ഏരിയ കമ്മിറ്റി തൊട്ട് ജില്ലാ കമ്മിറ്റി തൊട്ട് സംസ്ഥാന നേതാക്കന്മാർ വരെയുള്ളവരും പൊളിറ്റ് ബ്യൂറോയിലുള്ളവരും അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയും വരെ അതേ അഭിപ്രായം പറയണു. അതൊരു സംവിധാനമാണ്. അതാണ് കേഡർ പാർട്ടിയുടെ ഗുണം. ആ സംവിധാനത്തിലേക്ക് പോകാൻ ഇവർക്ക് പറ്റിയിട്ടില്ല. പിന്നെ ബി ജെ പി വല്ലാത്തൊരവസ്ഥയിലാണ് അവിടെ നിൽക്കുന്നത്. BJPയുടെ എല്ലാ മാനം നഷ്ടപ്പെടുന്ന അവസ്ഥയിലാണ് അപ്പോൾ നിൽക്കുന്നത്. കാരണം അവർ ആരെ പിടിച്ചു കൊണ്ടുവന്ന് നിർത്തി. ഇത് അങ്ങനെയൊക്കെയാണോ നിർത്തേണ്ടത്? ഈ തെരഞ്ഞെടുപ്പിന് അവർ സീരിയസ് ആയിട്ട് കാണണ്ടേ? അവർക്കൊരു ക്രൈസ്തവ ഭാഗത്ത് നിന്ന് തന്നെ എത്രയോ നല്ല കാൻഡിഡേറ്റ്സിനെ കിട്ടുമായിരുന്നു, എത്രയോ നല്ല നല്ല കാൻഡിഡേറ്റ്സിനെ അവിടെ കിട്ടുമായിരുന്നു, ജനകീയരായിട്ടുള്ള ആൾക്കാരെ. ഇപ്പോഴത്തെ സമയത്ത് പിന്നെ രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടി, പിന്നെ ആ പാർട്ടിയുടെ കാൻഡിഡേറ്റ് നിൽക്കുമ്പം, അതും താമര ചിഹ്നത്തിലാണെന്ന് തോന്നുന്നു, അങ്ങനെ നിൽക്കുമ്പം ആ പാർട്ടിയുടെ കാൻഡിഡേറ്റിന് നിങ്ങൾ തോറ്റാലും ശരി ഞങ്ങൾ നിങ്ങളെ പ്ലേസ് ചെയ്യും, എവിടെയെങ്കിലും അക്കോമഡേറ്റ് ചെയ്യും, ന്യൂനപക്ഷ കമ്മീഷനിലോ എന്തെങ്കിലും കാര്യം കൊടുത്തിട്ട് പ്രഗത്ഭരായ ആൾക്കാർ എത്ര പേരെ നിർത്തായിരുന്നു. അതിനൊന്നും ഒരു ശ്രമിച്ചില്ല. അപ്പം അത് കൂട്ടുകച്ചവടമാണ്. അന്തർധാര വളരെ സജീവമാണ്. നമ്മൾ കാണാത്ത പലതും അവിടെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് പിന്നെ CPM-ഉം ഈ കൊടകര കേസും ബാക്കിയുള്ളതും എല്ലാം കൂടി വെച്ചിട്ടുള്ള CPM-ഉം BJP തമ്മിലുള്ള ഡീലിൻ്റെ ഭാഗമാണ് ദുർബലനായ ഒരു സ്ഥാനാർത്ഥി നിർത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായിരുന്നാലും അവസാനത്തെ നിമിഷം ഇത് അൻവർ പിടിക്കുന്ന വോട്ടാണ് അവിടെ നിർണായകം, ഏത് മുന്നണിക്കാണെങ്കിലും. അതിന് സംശയമൊന്നുമില്ല.